Hi all, good evening. Costing exam എങ്ങനെയുണ്ടായിരുന്നു? How was the exam? How was the paper? മാത്സ് പറഞ്ഞിട്ടില്ലേ? കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റില്ല, മാനേജബിൾ ബട്ട് ബിറ്റ് ലെങ്തി. യെസ്, അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള ആൻസർ. കോസ്റ്റിംഗ് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഹോപ്പ് എല്ലാവർക്കും അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും, നല്ല ഒരു റിസൾട്ട് കിട്ടും എന്ന്. ഇറ്റ്സ് ഗുഡ് സ്റ്റാർട്ട്, നമുക്ക് നല്ലൊരു സ്റ്റാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പേപ്പർ തന്നെ ടഫ് ആയി കഴിഞ്ഞാൽ അടുത്ത പേപ്പേഴ്സിനൊക്കെ നിങ്ങളുടെ മോട്ടിവേഷനെ ബാധിക്കും. സോ ഇപ്പൊ ഇതൊരു ചെറിയൊരു ഹെഡ് സ്റ്റാർട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഗുഡ്. നൗ ദ തിങ് ഇസ്, ഇപ്പൊ ഇന്നത്തെ എക്സാം അതിപ്പോ എന്ത് ടഫ് ആയിട്ട് വന്നിരുന്നാലും ഇനിയിപ്പോ ഈസി ആയിരുന്നാലും എന്താണെങ്കിലും ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, ഇറ്റ് ഇസ് ഓവർ. ഇനി റിസൾട്ട് വരുമ്പോൾ നോക്കാം. പോസ്റ്റ്മോർട്ടം അനാലിസിസ് വേണ്ട, ഇനി ആ കോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ആലോചിക്കുക വേണ്ട. ദ ടൈം ഹാസ് റീച്ച്ഡ് ദാറ്റ് യു ഡെഡിക്കേറ്റ് ടോട്ടലി ടു യുവർ ഓഡിറ്റ് പേപ്പർ നെക്സ്റ്റ്. അടുത്തൊരു 1.5 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഓഡിറ്റ് മാത്രമായിരിക്കണം നിങ്ങളുടെ അറ്റൻഷനിൽ. ഓക്കെ, നത്തിങ് എൽസ്. സോ യെസ്, അപ്പൊ ഈ ലാസ്റ്റ് 1.5 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നമുക്കിന്ന് ഒരു ചെറിയ സെഷൻ. അധികം സമയം എടുക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് യുവർ ടൈം ബിക്കോസ് യു നീഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് കോസ്റ്റിങ്ങിന് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. തലേദിവസം രാത്രി ഉറക്കം കളഞ്ഞ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. നിങ്ങൾ എക്സാം കഴിഞ്ഞ് വന്നിട്ട് നല്ല ടയേർഡ് ആയിരിക്കും, എല്ലാം അറിയാം. ഒന്ന് നല്ല കടുപ്പത്തിൽ ഒരു ചായ കോഫി എന്തെങ്കിലും കുടിക്കുക, പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് മാക്സിമം ബൈ 8 PM ഓർ 8:30 PM ഫുഡ് കഴിച്ചിട്ടിരിക്കുക. ഓക്കെ, കാരണം തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കണ്ട. എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 8 or 8:30 അറ്റ് ദ ലേറ്റസ്റ്റ്, അതൊന്നും പിന്നെ ലേറ്റ് ആകാൻ പാടില്ല. 8:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. മിനിമം ഒരു 12:30 വരെ 4 hours നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഐ ജസ്റ്റ് ഗിവ് യു എ ടൈം ടേബിൾ ഫോർ തിങ്സ്. ഓക്കെ, ഒരു ടൈം ടേബിൾ തരാം. ഞാൻ പറയുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് പെട്ടെന്ന് എഴുതിയിട്ടോ. ഓക്കെ, ജസ്റ്റ് ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഐപാഡിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ICA മലയാളം പേജിൽ ഇട്ടിട്ടുള്ള നമ്മുടെ RTP, MTP1, MTP2, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതൊക്കെ കണ്ടു നോക്കിയിട്ടുണ്ടല്ലേ? കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ എന്റെ വീഡിയോ സ്റ്റാറ്റസ് നോക്കുക. ഞാൻ വീണ്ടും സ്റ്റാറ്റസ് ആയിട്ട് ഫുൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റാറ്റസ് ആയിട്ട് ഫുൾ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നാളെ ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ABC അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ പിങ്ക് കളറിൽ കാണിച്ചേക്കുന്നത് A കാറ്റഗറി ചാപ്റ്റേഴ്സ് ആണ്. A കാറ്റഗറിയിൽ ഞാൻ കാണിച്ചേക്കുന്ന ടോപ്പിക്സ് നിർബന്ധമായിട്ടും നന്നായി പഠിക്കണം. ഓക്കെ, B കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാം, ഓൺവേർഡ്സ് ചെയ്താലും കുഴപ്പമില്ല. C അറ്റ്ലീസ്റ്റ് 1 ടൈം റീഡ് കൊടുത്താൽ മതി. ഈ 1.5 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ABC അനാലിസിസ്, ജസ്റ്റ് ചാപ്റ്റേഴ്സ്, നമ്മുടെ ടോപ്പിക്സ് വൈസ് SA ടോപ്പിക്സ് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം ബാക്കി ടോപ്പിക്സ് പറയാം. യെസ്, അപ്പൊ ഒരു ABC അനാലിസിസ് രീതിയിൽ നമുക്ക് ഇത് പറയാം. അപ്പൊ നിങ്ങൾ ഒരു പേപ്പറും പെന്നോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ റെഡി എന്ന് പറയുക. അപ്പൊ ഞാൻ ഇത് കാണിക്കാം, ടോപ്പിക്സ് കാണിക്കാം. നമുക്ക് പെട്ടെന്ന് വേണം, അധികം സമയം ലേറ്റ് ആക്കണ്ട. ഐ വാണ്ട് യു ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ബൈ 8:30. ഇന്ന് 8:30 സ്റ്റാർട്ട് ചെയ്യണം. ടൈം ടേബിൾ ഇട്ട് തരാം ഞാൻ. യെസ്, റെഡി ആണോ എല്ലാവരും? റെഡി. ഒരു പേപ്പർ, പെൻ, സംതിങ് കയ്യിലുണ്ടല്ലോ? ഓക്കെ, യെസ്. ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് ഏറ്റവും ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ, ഈ പിങ്ക് കളർ ഞാൻ ഈ കീ താഴത്തേക്ക് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് അവർ കീ. ഞാൻ പിങ്ക് കളറിൽ കാണിച്ചേക്കുന്ന സാധനം ജസ്റ്റ് റൈറ്റ്. ഡിസ്ക്രിപ്റ്റീവില് SA 200 ആ ഓർഡറിൽ പോവാ. 200, 210, 220, 230, 299, 300, 320, 450, 500, 501, 505, 520, 530. എല്ലാ SA എഴുതണ്ട, എല്ലാ SA ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഓക്കെ, എഴുതി പോയിക്കേ. 200, 210, 220. കളർ പിന്നെ ചെയ്യാം. നിങ്ങൾ ABC പിന്നെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, 200, 210, 220, 230, 299, 300, 320 മെറ്റീരിയാലിറ്റി, 450 ഇവാലുവേഷൻ സ്റ്റേറ്റ്മെന്റ്, 500 ഓഡിറ്റ് എവിഡൻസ്, 501 സ്പെസിഫിക് കൺസിഡറേഷൻസ്, 505 എക്സ്റ്റേണൽ കൺഫർമേഷൻ, 520 അനലിറ്റിക്സ്, 530 സാമ്പിളിംഗ്, 570 ഗോയിങ് കൺസേൺ, 580 WR, 700 ഓഡിറ്റ് റിപ്പോർട്ട്, 705 മോഡിഫിക്കേഷൻസ്. ഇത് എഴുതിയോ? ഇത് ഡിസ്ക്രിപ്റ്റീവിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ഓക്കെ, ഇത് ഡിസ്ക്രിപ്റ്റീവ് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ഇതില് 220, 450, 505 എന്നൂടെ പറയാം. 220,
450, 505, 520, 570, 580. ഇത് ബി കാറ്റഗറിയാണ്. ഓക്കെ, ബി കാറ്റഗറി. സി ബി കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് മോഡറേറ്റ് ഇമ്പോർട്ടൻസ് ആണ്. സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വിൽ ബി യുവർ എ കാറ്റഗറി. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഇത് വിൽ ബി യുവർ മോഡറേറ്റ് ലെവൽ. ഇത് നമുക്ക് ഓൺവേർഡ്സിലും എഴുതാൻ പറ്റും, കാര്യം മനസ്സിലാക്കിയിട്ട് അധികം സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല. സി നമുക്ക് വൺ ടൈം റീഡ്. ഈ സി ടോപ്പിക്സ് നമുക്ക് ഇന്ന് നൈറ്റ് തീർക്കണം മാക്സിമം. സി ടോപ്പിക്സ് ഇന്ന് നൈറ്റ് തന്നെ മാക്സിമം തീർത്തേ പറ്റൂ. ഓക്കെ, യെസ്, ഐ വിൽ ഷോ യു വെൻ. ലിസൺ, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ടുള്ളതാണേ. ആദ്യം ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് എഴുതാം. 200, 210, 220, 230, 299, 300, 320, 450, 500, 501, 505, 520, 530, 570, 580, 700, 705. ഓക്കെ, ഈ ടോപ്പിക്സ് ഇതിൽ ഇനി ഏതൊക്കെയാണ് മറ്റേ ബി കാറ്റഗറി എന്ന് പറയാം. ബി കാറ്റഗറിയിൽ വന്നിട്ട് 220. കാരണം 220 ഒന്നും ലാസ്റ്റ് മിനിറ്റ് കാണാൻ പഠിക്കാൻ നിൽക്കണം. മറ്റേ 6 പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. 6 പ്രിൻസിപ്പിൾസിലും ഫേം എന്ത് ചെയ്യണം, എൻഗേജ്മെന്റ് പണം എന്ത് ചെയ്യണം, അങ്ങനെ കുറെ പറയുന്നുണ്ട്. അത് കാണാതെ പഠിച്ച് അതേപോലെ പറയാൻ ശ്രമിക്കണ്ട. ജസ്റ്റ് ഓൺ വേർഡ്സിൽ പറയാൻ പറ്റുന്ന ഇതിൽ ഹെഡിങ്സ് വെച്ച് പഠിക്കാം. അതാണ് ബി കാറ്റഗറി. സോ 220, 450, 505. ഓക്കെ, 220 ക്വാളിറ്റി കൺട്രോൾ, 450 ഇവാലുവേഷൻ ഓഫ് മിസ്റ്റേക്മെന്റ്സ്. അത് ലെക്ചർ നോട്ട് കാണാൻ പറ്റും. 450 ലെക്ചർ നോട്ട് ഞാൻ വന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, 4 സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവും. 450 ലെക്ചർ നോട്ടിൽ കാണാൻ പറ്റും. ലെക്ചർ നോട്ട്സ് ഒക്കെ നോക്കാൻ മറക്കരുത്. ഇതിന്റെ ലെക്ചർ നോട്ട് നോക്കണം 450 ഒക്കെ. പിന്നെ 505 എക്സ്ട്രാ കൺഫർമേഷൻ, 520 അനലിറ്റിക്സ്, 570 ഗോയിങ് കൺസേണും, 580 റിട്ടേൺ പ്രൊസഷനും. ഈ പച്ച കളർ കാണിക്കുന്നതിന്റെ എല്ലാം ബ്രാക്കറ്റിൽ ബി എന്ന് എഴുതാം. ഓക്കെ, 220, 450, 505, 520, 570, 580 ബി കാറ്റഗറിയാണ്. ബാക്കി എല്ലാം എ കാറ്റഗറിയാണ്. ഓക്കെ, നൗ ഇന്നത്തെ വൈകുന്നേരത്തെ ടോപ്പിക്സ് വൺ ടൈം റീഡ് വെച്ച് പോകണം. ഓക്കെ, കാരണം ഇന്ന് കോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് നിങ്ങൾക്ക് എക്സേർട്ട് ചെയ്തിട്ട് കട്ടയ്ക്ക് ഫ്രഷ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ട് സി കാറ്റഗറി നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഫുൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള അസംഷനാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഫസ്റ്റ് ടൈം സ്റ്റഡി അല്ലല്ലോ, ഇത് എക്സാമിന്റെ തലേദിവസം പരിപാടിയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതിന് ഈ എസ്സേസിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയണ്ട. വൺ ടൈം റീഡ് 260, 265 ഇതാണ് സി കാറ്റഗറിയെ. സി കാറ്റഗറി എഴുതിക്കോ. 260, 265, 315, 330, 510, 550, 560, 600, 610, 701, 706, 710. ഈ എസ്സേസ് വൺ ടൈം റീഡാണ്. ഇതിൻ്റെ അകത്ത് അധികം സമയം കളയണ്ട. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കി പോവാം. എന്തൊക്കെയുണ്ട് എന്നൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി. ഇത് ഇന്ന് രാത്രി തീർക്കണം. അപ്പൊ ഇത്രയും ഇന്ന് രാത്രി തീർക്കണം എന്ന ബോധത്തോടെ വേണം ഇത് പഠിക്കാനായിട്ട്. പഠിക്കേണ്ട ആവശ്യമില്ല, വൺ ടൈം റീഡാണ് സംഭവം. 260 കാരണം ഫ്രീക്വൻസി എത്ര തവണ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന പ്രോബിലിറ്റിയിലാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലത്തെ ഒരു അനാലിസിസ് വെച്ചു. അത് ഏറെക്കുറെ 75-80% ആക്യുറേറ്റ് ആയിട്ട് വന്നു. സോ യെസ്, ആ ട്രെൻഡ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഈ എസ്സേസ് വൺ ടൈം റീഡ് കൊടുക്കുക. ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല എന്നല്ല. വാട്ട് ഇസ് ദ സ്റ്റാർ ഞാൻ പറയാം. ഈ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ സൈഡിൽ നിന്ന് ഇപ്പൊ ഈ സി കാറ്റഗറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും മാക്സിമം ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരാം. ഫുൾ എക്സാം പേപ്പറിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാക്സിമം ഇതിൻ്റെ അകത്ത് നിന്ന് വരാം. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ വേണ്ടി പോകുന്നത്, എസ് എ ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ പോകുന്നത് ഈ എ കാറ്റഗറി ആൻഡ് ബി കാറ്റഗറി കമ്പൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും എസ്സേസിൽ നിന്നാണ് ഒരു മാക്സിമം 2 or 3 ക്വസ്റ്റ്യൻസ് MCQ എവിടെയെങ്കിലും ആയിട്ട് വരാൻ പോകുന്ന ചാൻസ് ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇതാണ് സി കാറ്റഗറി. സി കാറ്റഗറി എഴുതിയല്ലോ. ഈ സി കാറ്റഗറി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം 315, 550, 610 ഇത് 3 ആദ്യം വായിക്കേണ്ടത്. നമ്മൾ ഇന്ന് വൈകുന്നേരം പഠിക്കാൻ 8:30 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു വിൽ സ്റ്റാർട്ട് വിത്ത് 315, then 550, then 610. അതാണ് ഈ സ്റ്റാർ ഇട്ടേക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്ന സാധനം. ഇത് തീർത്തതിന് ശേഷം ബാക്കി വായിച്ചിട്ട് സെറ്റ് ആക്കുക. ഓക്കെ, MCQസിന് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ABC ക്ലാസിഫിക്കേഷൻ ആണ്. MCQസിന് വേണ്ടിയിട്ട്
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. 200 ഇൻഡിപെൻഡൻസും എത്തിക്കൽ റിക്വയർമെന്റ്സും സംബന്ധിക്കുന്ന MCQs വരാൻ ചാൻസ് ഉണ്ട്. SA 230 SQC1, അതായത് ഓഡിറ്റ് ഫയൽ എത്ര ദിവസത്തിനകത്ത് കമ്പൈൽ ചെയ്ത് വെക്കണം, അത് എത്ര വർഷം കീപ്പ് ചെയ്യണം, ആ റിക്വയർമെന്റ്സ്. പിന്നെ 315 എൻറ്റിറ്റി എൻവയൺമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസ്ക്, ഓഡിറ്റ് റിസ്ക് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള MCQs ചോദിക്കാം. 500 ഓഡിറ്റ് ട്രെയിൽ, അതിനെ സംബന്ധിക്കുന്ന MCQs വരാം. 520 അനലിറ്റിക്കൽ പ്രൊസീജിയറിൽ ടെക്നിക്സ്, 4 ടെക്നിക്സ് ഉണ്ട്, ആ ടെക്നിക്സ് ബേസ്ഡ് ആയിട്ടുള്ള MCQs വരാൻ ചാൻസ് ഉണ്ട്. 530 സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ സംബന്ധിക്കുന്ന MCQs വരാം. 570 ഗോയിങ് കൺസേൺ. 705 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡിഫൈഡ് ഒപ്പീനിയൻ. MCQസിന് വേണ്ടിയിട്ട് ഈ essays ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തന്നു വെച്ചിട്ടുണ്ടേ ഉള്ളൂ, നോക്കുക. അതായത് നമ്മൾ ഇപ്പൊ 200 എന്നുള്ള സാധനം ഇപ്പുറത്ത് നിൽക്കുമല്ലോ, ഡിസ്ക്രിപ്റ്റീവ് പഠിക്കാമല്ലോ. ഡിസ്ക്രിപ്റ്റീവിൽ 200 വായിച്ചു പോകുന്ന സമയത്ത് ഈ ഇൻഡിപെൻഡൻസും എത്തിക്കൽ റിക്വയർമെന്റ്സും MCQനും വരാൻ ചാൻസ് ഉണ്ട് എന്ന ബോധത്തിൽ ഒന്ന് നോക്കി വെക്കാം. മനസ്സിലാവുണ്ടോ? MCQസിന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സ്ഥിരമായിട്ട് വരുന്ന ഫ്രീക്വന്റ് essays ഇതൊക്കെയാണ്. 200, 230, 315, 500, 520, 530. മറ്റേ ഏരിയ ഒന്നും വരുന്നില്ല എന്നല്ല, ഫ്രീക്വൻസിയാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ വരുന്ന ചാൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ABC ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാവുന്ന essays ഏതൊക്കെയാണ്? B കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ A സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തായാലും നന്നായിട്ട് നമ്മൾ കട്ടയ്ക്ക് ഒന്ന് പഠിക്കണം. B കാറ്റഗറി ഓൺവേർഡ്സിൽ എഴുതാനെങ്കിലും പറ്റിയാൽ മതി. C വൺ ടൈം റീഡ് എന്ന മട്ടിൽ വായിച്ചു വെക്കാം. ഓക്കെ, ABC നോക്കിയിട്ടുണ്ടല്ലോ. ടൈം ടേബിൾ സെറ്റ് ആക്കാം നമുക്ക്. ശരി, ഓക്കെ അല്ലടാ? എഴുതില്ലേ എല്ലാവരും? എഴുതിയിട്ടില്ലേ? സെറ്റ് അല്ലേ? എഴുതി കഴിഞ്ഞാൽ പറ. യെസ്, ഓക്കെ. See, I am assuming that you will be able to start tonight by 8:30. ഇന്ന് ഇപ്പോ 17th Jan 2024, 4 hours നമുക്ക് മിനിമം പഠിച്ചേ പറ്റൂ. ഇന്ന് രാത്രി പഠിക്കാനുള്ള 4 hours-ന്റെ ഇതാണ് പറയുന്നത്. സോ 8:30 PM to 12:30 PM. ഓക്കെ, 8:30 PM to 12:30 PM ഈ C കാറ്റഗറി ഐറ്റംസ് അങ്ങ് തീർക്കുക. C കാറ്റഗറി ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അങ്ങ് ഫിനിഷ് ചെയ്യാം. 8:30 PM to 12:30 AM രാത്രി ഇരുന്നിട്ട് 4 hours നിനക്ക് കിട്ടും. C കാറ്റഗറി തീർത്താൽ മതി. അതായത് റിലാക്സ് ചെയ്തിട്ട് വായിക്കാം, വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. നിങ്ങൾക്ക് ഇന്ന് കോസ്റ്റിംഗ് കഴിഞ്ഞ ദിവസമായിട്ടാണ് ഞാൻ A കാറ്റഗറി B കാറ്റഗറി തരണ്ട, അപ്പൊ ഒരുപാട് എക്സേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 315 സ്റ്റാർട്ട് ചെയ്യാം. യു സ്റ്റാർട്ട് വിത്ത് സ്റ്റാർ ഇട്ടിട്ടുള്ള 315, അത് കഴിഞ്ഞിട്ട് 550, അത് കഴിഞ്ഞിട്ട് 617. അത് വായിച്ചതിന് ശേഷം, കാരണം ഇതാണ് കുറച്ചെങ്കിലും കണ്ടന്റ് ഉള്ളത്. 315-ലും 550-ലും 610-ലുമാണ് ഇന്നത്തെ ടോപ്പിക്സ് കുറച്ചും കൂടി കണ്ടന്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ വെച്ചേക്കുന്നത്. നിങ്ങൾ അധികം ക്ഷീണിക്കുന്നതിന് മുമ്പ് ഇത് വായിക്കട്ടെ എന്ന് വെച്ചിട്ട്. 315-ന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള സംഭവം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. 315-ന്റെ അകത്ത് നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് വൺ ടൈം റീഡ് പോലെ പോകേണ്ട ആവശ്യമുള്ളൂ. കുത്തിയിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാതെ പഠിക്കുന്ന പോലെ എഫേർട്ട് എടുക്കണ്ട. ബട്ട് 315-ല് നിങ്ങൾ ആരോടൊക്കെ എൻക്വയറി ചെയ്യണം, ആ ഒരു ടോപ്പിക് ഓർത്ത് വെച്ചോ. നിങ്ങളുടെ പേജ് നമ്പർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കാണെങ്കിൽ പേജ് നമ്പർ 44 ആയിരിക്കും. നിങ്ങളുടെ കയ്യിലത്തെ ബുക്ക് ഈ പേജ് ഇതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും SA 315-ല് ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ ബുക്കിലായിട്ട് തന്നെ ഇത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ മറ്റേ അമൻമെന്റ് നോട്ട്സിൽ തന്നിട്ടുണ്ടാവും. 315-ന്റെ അമൻമെന്റ് നോട്ട്സിൽ തന്നിട്ടുണ്ട് ആരോടൊക്കെ എൻക്വയറി ചെയ്യണം എന്നുള്ള ടോപ്പിക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ഒന്ന് പെട്ടെന്ന് വായിച്ചു വെക്കുക. പിന്നെ എൻറ്റിറ്റി ആൻഡ് എൻവയൺമെന്റിന്റെ മെയിൻ ഹെഡിങ്സ്, ഈ വാട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻറ്റിറ്റി, എന്താണ് എൻറ്റിറ്റി ആൻഡ് എൻവയൺമെന്റ്, റെലവന്റ് ഇൻഡസ്ട്രി ഫാക്ടേഴ്സ്, റെഗുലേറ്ററി ഫാക്ടേഴ്സ്, പിന്നെ അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ 3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഹെഡിങ് അതാണ് റെലവന്റ് ഇൻഡസ്ട്രി, റെഗുലേറ്ററി, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇത് MTP2-ല് ഇത്തവണ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. ഇത്തവണത്തെ Jan 25 MTP2-ലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. ഈ റെലവന്റ് ഇൻഡസ്ട്രി, റെഗുലേറ്ററി, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ചാൽ എന്താണെന്ന് അത് ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ ആവശ്യം വരും. ഈ ഇൻഡസ്ട്രി, റെഗുലേറ്ററി, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വെച്ചാൽ എന്താണ്, ആ ഫുൾ പാരഗ്രാഫിനെ സമ്മറി അടിക്കുന്ന മെയിൻ കീവേഡ്സ് ഇതാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ടെക്നോളജി. റെഗുലേറ്ററി എന്ന് വെച്ചാൽ ലെജിസ്ലേഷൻസ്, പിന്നെ റെഗുലേഷൻസ് ദാറ്റ് അഫക്ട് ദി ഓപ്പറേഷൻസ്, ഗവൺമെന്റ് പോളിസി, ടാക്സേഷൻ ലോ, AFRF, അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ. ഈ വേർഡ്സ് ആണ് ഇപ്പുറത്ത് എക്സ്പ്ലെയിൻ ആയി പോയേക്കുന്നത്. ഓക്കെ, ഇത് C കാറ്റഗറി ആയതുകൊണ്ട് നിങ്ങൾ ആ മെയിൻ ഹെഡിങ്സും സംഭവം മനസ്സിലാക്കി വെച്ചാൽ മതി, ചോദിച്ചാൽ ഓൺവേർഡ്സ് എഴുതാൻ വേണ്ടി. ഓക്കെ, അല്ലാണ്ട് കാരണം ഫുൾ കാണാൻ പഠിക്കാനുള്ള സമയം എന്തായാലും ഇല്ല, അതിന്റെ ആവശ്യമില്ല. എൻറ്റിറ്റി ആൻഡ് എൻവയൺമെന്റില് ഇപ്പൊ ആരോടൊക്കെ എൻക്വയറി ചെയ്യണം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. എൻറ്റിറ്റി ആൻഡ് എൻവയൺമെന്റിന്റെ മെയിൻ ഹെഡിങ്സ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, വൺ ടൈം റീഡ് പോലെ പോയിരുന്നാൽ മതി.
പിന്നെ ഞാൻ ഈ 1 by 1 ആയിട്ട് ഓരോന്നും പറയുന്നില്ല. അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സമയം ഫുൾ തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ യെസ്, 8:30 to 12:30 PM സി കാറ്റഗറി എസ് ഫിനിഷ് ചെയ്യുക. അതിൽ 315 വെച്ച് തുടങ്ങിക്കോ. 315 ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ഒക്കെ പറയുന്ന സാധനമൊക്കെ നിങ്ങൾ ചെയ്തു വിചാരിക്കുന്നു. പിന്നെ 550 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിലെ അതിൽ സിഗ്നിഫിക്കന്റ് കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്, സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് വെച്ചാൽ എന്താണ്, ആ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് 550. അത് വായിച്ചു വെച്ചോ. പിന്നെ ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന 2 എൻക്വയറി, ഒരു ഇൻസ്പെക്ഷൻ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ മെത്തേഡ്സ് നോക്കി വെച്ചോളൂ. SA 550 RP ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് ആൻഡ് ഇൻസ്പെക്ഷൻ ഒരു ലിസ്റ്റ് ഉണ്ട്. അതൊന്ന് നോക്കി വെക്കുക. ഞാൻ എടുത്തോട്ടെ. 550 യെസ്, പ്രൊസീജിയേഴ്സ് ടു പെർഫോം. യു ഷാൽ ഇൻസ്പെക്ട്. എന്തൊക്കെ കാര്യങ്ങൾ വേണം റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കണ്ടുപിടിക്കാനായിട്ട്, ഇൻസ്പെക്ട് ചെയ്യാനായിട്ട്, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ എൻക്വയറി ചെയ്യണം എന്നൊരു ടോപ്പിക് ഉണ്ട്. അത് നോക്കി വെക്കുക കേട്ടോ. അങ്ങനെ അതാണ്. പിന്നെ മെയിൻ 550. പിന്നെ 610 നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മറ്റേ ഇന്റർ ഓഡിറ്ററിന്റെ വർക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, കോമ്പറ്റൻസ്, ഒബ്ജക്ടിവിറ്റി, സിസ്റ്റമാറ്റിക് അപ്രോച്ച് വെച്ചാൽ എന്താണ്, അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്. ഈ 3 ടോപ്പിക്സ് ഈ സി കാറ്റഗറി ഫുൾ ആയിട്ട് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഇൻഡെപ്ത് ആയിട്ട് റിസർച്ച് അനാലിസിസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഇത് ഇത്രയും തീർക്കുക. ഇതൊരു സബ്സ്റ്റാൻഷ്യൽ പോർഷൻ തന്നെയാണ്. ഇത് തീർത്തിട്ട് കിടക്കുക. ഓക്കെ, നാളത്തേക്കുള്ള ടൈം ടേബിൾ പറയാം. നാളെ തൊട്ടാണ് കുറച്ചുകൂടി നമുക്ക് സൂക്ഷിച്ച് മാനേജ് ചെയ്യേണ്ടത്. 18th Jan 2024 ഇവിടെ രാത്രി 12:30 കടന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 6 മണിക്കൂർ എന്ന ഒരു അസംഷനിൽ രാവിലെ 6:30 എണീക്കാൻ പറ്റുമല്ലോ. 12 നീ കിടക്കുകയാണെങ്കിൽ ഉറക്കുറങ്ങി വരുമ്പോഴത്തേക്കും ഒരു 1 മണിയൊക്കെ ആവും. എന്നാലും 5.5 6 hours ഉറങ്ങിക്കഴിഞ്ഞാൽ അത് മതി. എക്സാമിനകത്ത് ആ സമയത്ത് ഉറങ്ങിയാൽ മതി. മാക്സിമം ഒരു 6, 6:30, 6:45 ആ ഗ്യാപ്പിൽ എഴുന്നേറ്റിട്ട് നിങ്ങൾ യു ട്രൈ ടു സ്റ്റാർട്ട് ടുമോറോസ് ഗെയിം ബൈ 7:30 AM. 7:30 AM തന്നെ മാക്സിമം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. 7:30 AM to 9:30 AM രാവിലെ എഴുന്നേറ്റിട്ട് ഏറ്റവും ഫ്രഷ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എ കാറ്റഗറിയിലത്തെ ടോപ്പ് ഇമ്പോർട്ടൻസ് സാധനങ്ങൾ പഠിക്കണം. ഐ വാണ്ട് യു ടു സ്റ്റഡി SA 500. ആദ്യം SA 300 സ്റ്റാർട്ട് ചെയ്യുക. SA 300 പഠിക്കുക. SA 500 പഠിക്കുക. എ കാറ്റഗറി ആയതുകൊണ്ട് 2 SS നടക്കത്തുള്ളൂ. ഓക്കെ, അതിൽ SA 300 എന്ന് പറയുമ്പോൾ തന്നെ ഒരു ICM ഒരു ചാപ്റ്റർ ആണ്, പ്ലാനിങ് ആൻഡ് ഔട്ട് ഓഫ് FS. സോ പ്ലാനിങ് നന്നായിട്ട് പഠിക്കുക. 300 പിന്നെ 500 കൂടി പഠിക്കണം എന്നുള്ള ഒരു ഓർമ്മയിൽ ആ ഒരു സ്പീഡിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതാണ് 300 വെച്ചോണ്ടിരിക്കുന്നത് 2 മണിക്കൂർ. അതിന്റെ ആവശ്യമില്ല, അത്രയും വെയിറ്റേജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 300 പഠിക്കുക, 500 പഠിക്കുക 7:30 to 9:30 സ്ലോട്ടിൽ. അതിനുശേഷം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റോ എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഒരു 10:30 ആകുമ്പോഴത്തേക്കും വീണ്ടും റെസ്യൂം ചെയ്യുക. നിങ്ങളുടെ കുളി സംഭവങ്ങളെല്ലാം ഫ്രഷ് ആയി വന്നിട്ട് 10:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10:30 to 1 PM നമുക്ക് ഒരു 11:30, 12:30, 2.5 മണിക്കൂർ കിട്ടും. ആ 2.5 മണിക്കൂറിൽ അഗെയിൻ 500 സീരീസ്. 500ത്തെ 500 കഴിഞ്ഞു. 300 കഴിഞ്ഞാൽ ഐ വാണ്ട് യു ടു ഡു 320. ഞാൻ കഴിഞ്ഞതൊന്ന് വെട്ടിക്കോട്ടെ. 500ഉം 300 കഴിഞ്ഞാൽ യു ഷുഡ് ഡു മെറ്റീരിയാലിറ്റി നോക്കാം. മെറ്റീരിയാലിറ്റി, ലിറ്റിഗേഷൻസ് അല്ലെങ്കിൽ വേണ്ട, മെറ്റീരിയാലിറ്റിയും 5:30 നോക്കുക. സാമ്പിളിങ് നോക്കുക. SA 320 മെറ്റീരിയാലിറ്റി പഠിക്കുക. SA 5:30 സാമ്പിളിങ് പഠിക്കുക ഉച്ചയാകുമ്പോഴത്തേക്കും. ഓക്കെ, ഉച്ചയാകുമ്പോഴത്തേക്കും ഈ ടോപ്പിക് ഇത്രയും തീർക്കുന്നു എന്തായാലും ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആഫ്റ്റർ യുവർ ലഞ്ച് യു സ്റ്റാർട്ട് ബൈ 2 PM. 2 PM ടു നിങ്ങൾക്കൊരു ഉച്ച സമയത്ത് അധികം ഹെവി ആക്കുന്നില്ല, ഒരു 4:30 PM ഗ്യാപ്പിലോട്ട് 5:30 320 ഫിനിഷ് ആയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത് നോക്കാവുന്ന സാധനം, ഈ ഉച്ച സമയത്ത് പഠിക്കാൻ ബെസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിൾ സാധനമാണ്. 200, 210, 230 സിമ്പിൾ സാധനമാണ്. ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് സാധനം. ഓവറോൾ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ടേംസ് ഓഫ് എൻഗേജ്മെന്റ്, ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ, ഈ 3 essays ഉച്ച സമയത്ത് നമുക്ക് സുഖമായിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി 220 തീർക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 200, 210, 230 എന്നൊക്കെ പറയുമ്പോൾ ചാപ്റ്റർ 1, ചാപ്റ്റർ 6, ചാപ്റ്റർ 11 ഒക്കെ ഫിനിഷ് ആയി. ഈ 300 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 2 ആണ്. അപ്പൊ നമ്മൾ ICA മെറ്റീരിയലിന് ഫുൾ കവറേജ് ഉണ്ടാവും. നമ്മൾ അതിന്റെ ഓർഡറിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എസ്സേയുടെ ഓർഡർ തന്നെ ഇമ്പോർട്ടൻസ് വെച്ച് പഠിച്ചു പോകാം. ചാപ്റ്റേഴ്സ് ഓട്ടോമാറ്റിക്കലി ഫിനിഷ് ആവുന്നുണ്ട് അപ്പുറത്ത്. ഓക്കെ, അതിനുശേഷം ഈവനിങ് നിങ്ങളൊരു 1 hour ബ്രേക്ക്, ഇല്ലെങ്കിൽ ഒരു കുറച്ച് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് 5:30 PM
ടു നിങ്ങളുടെ ഡിന്നർ എങ്ങനെയാണ് നമുക്ക് 8 PM എന്ന് വിചാരിക്കാം. ഇന്നും 8 PM പറ്റുമെങ്കിൽ ഡിന്നർ കഴിക്കാം, റുട്ടീൻ സെറ്റ് ആവാനായിട്ട്. 5:30 to 8 PM വി ഹാവ് അനദർ ഒരു 6:30 7:30 2.5 hours ഉണ്ട്. ആ 2.5 hours നമുക്ക് ഇനി തീർക്കേണ്ട സാധനം യു കെൻ ഒബ്വിയസ്ലി ഫിനിഷ് 501 299 ജോയിന്റ് ഓഡിറ്റ് ഒക്കെ ഒരു ഹാഫ് ആൻ അവർ മാക്സിമം എടുക്കത്തുള്ളൂ. 501 ഒരു മിനിറ്റ് 299 ജോയിന്റ് ഓഡിറ്റ് 501 ഈ ഇൻവെന്ററി ലിറ്റിഗേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് ആഫ്റ്റർ 299 ആൻഡ് 501 യു കെൻ സ്റ്റഡി ആക്ച്വലി വൺ മോർ. ആക്ച്വലി രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാക്സിമം എഫിഷ്യൻസി ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. 299 501 ശേഷം യു ക്യാൻ ഫിനിഷ് ഓഫ് ദിസ് 700 705 700 ഡിഫറെന്റ് എലമെന്റ്സ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എലമെന്റ്സ് നോക്കുക. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എലമെന്റ്സിൽ മെയിൻ ആയിട്ട് ഐറ്റം പാരഗ്രാഫ് നമ്പർ 3, പാരഗ്രാഫ് നമ്പർ 4, പാരഗ്രാഫ് നമ്പർ 8 പ്ലസ് യൂഡിൻ, ഇതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പാരഗ്രാഫ് നമ്പർ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പീനിയൻ പാരഗ്രാഫ് ആണ്. പാരഗ്രാഫ് നമ്പർ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് ആണ്. പാരഗ്രാഫ് നമ്പർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി പാരഗ്രാഫ് ആണ്. ഓക്കെ, SS 700 ആ എലമെന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് 3, 4, 8 പിന്നെ യൂഡിന്റെ തിയറി ഒന്ന് നോക്കിയിട്ട് പോവാം. 705 മോഡിഫിക്കേഷൻസ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ അധികം സമയം എടുക്കത്തില്ല, അതൊക്കെ 10 മിനിറ്റിൽ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് നമുക്ക് നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ എ കാറ്റഗറി SS ഫുൾ തീരും. എ കാറ്റഗറി SS എന്ന് പറയുമ്പോൾ തന്നെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ICA മെറ്റീരിയലിന്റെ പകുതി കൂടുതൽ ചാപ്റ്റേഴ്സ് ഇപ്പൊ കഴിഞ്ഞു. പകുതി കൂടല്ല, 70% കംപ്ലീറ്റ് ഇപ്പൊ തന്നെ നമുക്ക് ആക്കാൻ പറ്റും. കാരണം SA 300 ഒരു ചാപ്റ്റർ ആണ്. ഈ 500 സീരീസിലത്തെ essays നമുക്ക് ഈ പറഞ്ഞ ഇന്ന് ഈവനിങ് നോക്കുന്ന essays, പിന്നെ 500 സീരീസ്, ഈ 300 320 ഒക്കെ ആകുമ്പോഴത്തേക്കും ചാപ്റ്റർ 4 ചാപ്റ്റർ 5 അങ്ങനെ പല ചാപ്റ്റേഴ്സ് ആയിട്ടാണ്, 5 അല്ല ചാപ്റ്റർ 4 ചാപ്റ്റർ 7 അങ്ങനെ പല പല ഏരിയാസ് ആയിട്ടാണ് കവർ ചെയ്ത് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ യുവർ ടുമോറോസ് ഡിന്നറിന് ശേഷം 8:30 PM ഓൺവേർഡ്സ്, ഓക്കെ 8:30 PM ടു നാളെ 12:30 PM വരെ, ഇന്ന് ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ 4 മണിക്കൂർ നാളെ വൈകുന്നേരം, ആ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ബി കാറ്റഗറി തീർക്കാം. ബി കാറ്റഗറിയിൽ വന്നിട്ട് യു ഹാവ് യുവർ SA 570 580 ആദ്യമേ തീർക്കുക. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് SA 570 580. സ്റ്റാർട്ട് 220 ആദ്യമേ എടുക്കണ്ട, 220 ലാസ്റ്റ് എടുത്താൽ മതി. ബി കാറ്റഗറി ആണ് നമുക്ക് നോക്കേണ്ടത്. ബി കാറ്റഗറി ടോപ്പിക്സിൽ സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ വൺസ്. സിമ്പിൾ ആണ് പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. 570 ഗോയിങ് കൺസേൺ, 580 റിട്ടേൺ റെപ്രസെന്റേഷൻസ്, അതൊക്കെ പെട്ടെന്ന് തീരും. 570 580 ഗോയിങ് കൺസേൺ ഒക്കെ ആ ഫ്ലോ ചാർട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഗോയിങ് കൺസേണിൽ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ ബുക്ക് തന്നിട്ടുണ്ട്, ഓഡിറ്റേഴ്സ് റെസ്പോൺസ് അത് പഠിക്കുക. 580 റിട്ടേൺ റെപ്രസെന്റേഷൻ പഠിക്കുക. 505 എക്സ്റ്റേണൽ കൺഫർമേഷൻസ്, 2 ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ ചെയ്യണോ വേണ്ടയോ അതിന്റെ ഫാക്ടേഴ്സ് അത് പഠിക്കുക. അതിനുശേഷം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, അതിന്റെ ഫാക്ടേഴ്സ്, സ്റ്റെപ്സ്, സൂട്ടബിലിറ്റി, റിലയബിലിറ്റി, അങ്ങനത്തെ കുറെ ടോപ്പിക്സ് ഉണ്ട്. ബി കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റർജ് ചെയ്ത സമയങ്ങളുള്ള ആവശ്യമില്ല. മെയിൻ കീവേഡ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോവാം. ഓക്കെ, 520 മസ്റ്റ് ബി ദെയർ. പിന്നെ 505 എക്സ്റ്റേണൽ കൺഫർമേഷൻ പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ കൺഫർമേഷൻ പറഞ്ഞു. ആൻഡ് SA 415 220 കൂടി ബാക്കിയുള്ളൂ. അത് നൈറ്റ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് നോക്കി തീർക്കുക. SA 450 ആൻഡ് 220 അതിൽ ഈ ഓർഡറിൽ പോയാൽ മതി. 570 580 505 520 ആ ഒരു ഓർഡറിൽ അങ്ങനെ പോരുന്നാൽ മാത്രം മതിയാവും. 6 ഉള്ളൂ നമുക്ക് ബി കാറ്റഗറി. 1 2 3 4 5 6 യെസ്. അപ്പൊ ഈ ഓർഡർ തന്നെ പോവാം. അതാവുമ്പോൾ ഒരു ഫ്ലോ കിട്ടും. 570 സിമ്പിൾ ആണ്, ഫ്ലോ ചാർട്ട് പഠിക്കുക. 580 റിട്ടേൺ റെപ്രസെന്റേഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക. റിട്ടേൺ റെപ്രസെന്റേഷൻ തന്നിട്ടില്ലെങ്കിൽ എന്നാണ് പ്രശ്നം, മാനേജ്മെന്റിന് ഇന്റഗ്രിറ്റി ഇല്ലെങ്കിൽ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. 505 എക്സ്റ്റേണൽ കൺഫർമേഷനിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ വേണോ വേണ്ടതെന്നുള്ള ഫാക്ടേഴ്സ് അത് നോക്കുക. 520 അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്സ്, സൂട്ടബിലിറ്റി, റിലയബിലിറ്റി, സൂട്ടബിലിറ്റി ഓഫ് ദി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെക്ക് ചെയ്യണം. റിലയബിലിറ്റി ഓഫ് ദ ഡേറ്റ ടു ബി യൂസ്ഫുൾ അനലിറ്റിക്സ് ചെക്ക് ചെയ്യണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്, ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് അത് നോക്കുക. 450 നമ്മൾ ലെക്ചർ ഔട്ട് ചെയ്തിട്ടുള്ള 4 പോയിന്റ്സ് ഉണ്ടല്ലോ, സ്റ്റെപ്സ്, അത് നോക്കിയിട്ട് പോവുക. പിന്നെ ലാസ്റ്റ് മാത്രം 220 കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ 6 പ്രിൻസിപ്പിൾസ് നോക്കുക. 6 പ്രിൻസിപ്പിൾസ് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് acceptance and continuance of client relationship. Acceptance and continuance of client relationship എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. 6 പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതിൽ അക്സെപ്റ്റൻസ് ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ് എന്നുള്ള പോയിന്റ് പഠിക്കണം. അതിൻ്റെ അകത്ത് ഈ ഇന്റഗ്രിറ്റി
ഇന്റഗ്രിറ്റി ഓഫ് ദ ക്ലയന്റ് മനസ്സിലാക്കാനായിട്ടുള്ള SQC1 റിക്വയർമെന്റ് ഫേം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം RTP MTP ഒക്കെ അത് വന്നിട്ടുണ്ട്. പിന്നെ എൻഗേജ്മെന്റ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ചെയ്യുന്ന പോയിന്റ്, എൻഗേജ്മെന്റ് പാർട്ണർ ചെയ്യുന്ന പോയിന്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോവാം. മൊത്തത്തിൽ നോക്കണം. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ SA300 നാളെ രാവിലെ ഉണ്ടല്ലോ, ഈ 7:30 to 9:30 AM SA300 പഠിക്കുന്ന സമയത്ത് SA300 ഓഡിറ്റ് സ്ട്രാറ്റജിയുടെ പോയിന്റ്സ് ഉണ്ട്. ഓഡിറ്റ് സ്ട്രാറ്റജിയുടെ പോയിന്റ്സ് നന്നായിട്ട് നോക്കി വെച്ചോ. അതായത് ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെന്റ്, അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്. അസർടൈനിങ് ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, അതിന് കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ കൺസിഡർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ ഡയറക്ടിംഗ് ദ എൻഗേജ്മെന്റ് ടീംസ് എഫേർട്ട്, അതിനും ഒരു 4 ബുള്ളറ്റ് പോയിന്റ് ഉണ്ട്. ഇതെല്ലാം റീസെന്റ് ആയിട്ട് ഇപ്പോൾ RTPയിലും MTPയിലും പാസ്റ്റ് എക്സാമിലും ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നുകിൽ നിങ്ങളുടെ മെറ്റീരിയൽ, ഇപ്പൊ കയ്യിലുള്ള മെറ്റീരിയൽ അതുണ്ടാവും, നിങ്ങളുടെ ലേറ്റസ്റ്റ് മെറ്റീരിയൽ ഇപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ആ അപ്ഡേറ്റഡ് ഫോട്ടോ കോപ്പീസിൽ ഉണ്ടാവും. ഓക്കെ, ഈ SA300 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻഗേജ്മെന്റ് മനസ്സിലാക്കാനായിട്ടുള്ള 1, 2, 3, 4 പോയിന്റ്സ്, റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ് വരുന്ന 1, 2, 3, 4, 5 പോയിന്റ്സ്, ഫാക്ടേഴ്സ് ദാറ്റ് ആർ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇത് RTP MTP എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് നോക്കാൻ മറക്കണ്ട. ഫൈൻ. അപ്പൊ നാളെ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ essays ഫുൾ തീരും. essay ഫുൾ ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഒരു 80% മാർക്ക്, 75 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഇത്രയും essay എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമുക്ക് 11 ചാപ്റ്ററിലത്തെ 8ഓളം ചാപ്റ്റർ ഫുൾ ആയിട്ട് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി ബാങ്ക് ഓഡിറ്റ്, ഡിഫറെന്റ് എൻറ്റിറ്റീസ്, പിന്നെ ഇന്റർണൽ കൺട്രോൾ, ഈ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇത്രയും essays നിങ്ങൾ പഠിച്ചു നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ 8 ചാപ്റ്റേഴ്സിന്റെ ഏരിയ നാളെ രാത്രി ആകുമ്പോഴത്തേക്കും തീർക്കാൻ പറ്റും. ഇന്ന് 8:30 സ്റ്റാർട്ട് ചെയ്താൽ നാളെ രാത്രി ആകുമ്പോഴത്തേക്കും 8 ചാപ്റ്റേഴ്സ് ഇസ് ഓവർ. essay ടോപ്പിക്സ് ഓവർ ആണ്. അത്യാവശ്യം അതിന്റെ ഇമ്പോർട്ടൻസ് കണക്കാക്കിയിട്ടുള്ള ലെവലിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഓൺ ദ ഡേ ഓഫ് എക്സാം നിങ്ങളുടെ 19th on 19th Jan 2024 exam day you start by 6 AM only. ഓക്കെ, 6 AM സ്റ്റാർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉറങ്ങിയാൽ മതി, കാരണം അവിടെ ചെയ്യുന്നതാണ്. 6 AM തുടങ്ങി കഴിഞ്ഞാൽ 6 AM to മാക്സിമം ഒരു 8 AM ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്ക് ഓഡിറ്റ് തീർക്കുക. ബാങ്ക് ഓഡിറ്റ് റിവൈസ് ചെയ്ത് തീർക്കുക. ബാങ്ക് ഓഡിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ആദ്യം തൊട്ടേ ഫുൾ ക്വസ്റ്റ്യൻസ് നോക്കി സമയം കളയണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലാണ് ബാങ്ക് ഓഡിറ്റ് പോയേക്കുന്നത്. ബാങ്ക് ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പറയാം. നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത്, മാർക്ക് ചെയ്തോണേ, ഞാൻ പറയുന്ന മാർക്ക് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 7 മറ്റേ ഇൻകം റെക്കഗ്നിഷൻ പോളിസീസ് ആണ്, അത് നോക്കിക്കോളൂ. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 9 മാനർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നാഷണലൈസ്ഡ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, അതേപോലെ മറ്റേ RRB, അവരുടെയൊക്കെ ഓഡിറ്റർമാരെ അപ്പോയിന്റ് ചെയ്യുന്നവര്, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്, അത് നോക്കുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 16 പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16 നിർബന്ധമായിട്ട് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 16 ഇത് മാത്രം പഠിച്ചിട്ട് പോലും വലിയ കുഴപ്പമില്ല. ഓക്കെ, കാരണം ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളുടെ ഇതിലാണ് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഓഡിറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇത് മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, അങ്ങനത്തെ ചോദ്യം ദയവ് ഇത് ചോദിക്കരുത്, എനിക്ക് താങ്ങാൻ വയ്യ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നോക്കേണ്ട സംഭവമാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പിൽ അത്രേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 17 സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്. അത് ബേസ്ഡ് ആയിട്ട് ഒരുപാട് MCQs ചോദിക്കുന്നുണ്ട്. അതായത് ഒരാൾക്ക് ഒന്നിലധികം ലോൺ അക്കൗണ്ട് ഉണ്ട്, ഒരെണ്ണം NPA ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ത് പറ്റും, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. അതേപോലെ NPA ക്ലാസിഫിക്കേഷൻ പ്യൂർലി ഓൺ ദ ബേസ് ഓഫ് റിക്കവറി ആണ്, അവൈലബിലിറ്റി സെക്യൂരിറ്റി ഒന്നും ഒരു കാര്യമില്ല. അങ്ങനത്തെ കീ തിയറി ഒരുപാട് ക്വസ്റ്റ്യൻ നമ്പർ 17 ഉണ്ട്, അത് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 18 ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയൊക്കെയാണ് അഗ്രികൾച്ചർ ലോൺസ് NPA ആവുന്നത്, CCOD, ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഓഫ് ഫെസിലിറ്റി ഔട്ട് ഓഫ് ഓർഡർ ആകുന്ന എപ്പോഴാണ്, 3 സിറ്റുവേഷൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരുപാട് പേർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഓഫ് ഫെസിലിറ്റി വെച്ചാൽ നമുക്ക് ഈ മറ്റേ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന ഒരു
ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സാങ്ഷൻ ലിമിറ്റിനകത്ത് അത്യാവശ്യത്തിന് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് അത് റോൾ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ ഉപയോഗിച്ചിട്ട് പൈസ കിട്ടുമ്പോൾ തിരിച്ച് വീണ്ടും റീപേ ചെയ്യാം വിത്ത് ഇൻട്രസ്റ്റ്. വിത്തിൻ ദ ലിമിറ്റ് അവർക്കൊരു ഷോർട്ട് ടേം ഫെസിലിറ്റി കൊടുക്കുന്നതാണ്. നൗ ഈ ക്യാഷ് ക്രെഡിറ്റ് ഓർഡർ ഫെസിലിറ്റി NPA ആകുന്നത് ദ മൊമെന്റ് ബിക്കംസ് ഔട്ട് ഓഫ് ഓർഡർ ആണ്. എപ്പോഴാണ് ഔട്ട് ഓഫ് ഓർഡർ ആവുക? 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നുകിൽ എത്രയാണോ സാങ്ഷൻ ലിമിറ്റിന് അതിന്റെ താഴെ പൈസ എടുത്തു, ലിമിറ്റിന് താഴെ തന്നെ പൈസ എടുത്തത്, പക്ഷെ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, അടുപ്പിച്ച് 90 ഡേയ്സ് പൈസ എടുത്തുകൊണ്ട് പോയ സമയം തൊട്ട് പൈസ എടുത്തുകൊണ്ട് പോയ സമയം തൊട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട്, ഓക്കെ, ലിമിറ്റിന്റെ അകത്ത് പൈസ എടുത്തിട്ടുണ്ട്, ബട്ട് ഏതെങ്കിലും സമയത്ത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം 90 ഡേയ്സ് കണ്ടിന്യൂസ്ലി ആ അക്കൗണ്ടിലോട്ട് ഒരു ക്രെഡിറ്റ് വരാണ്ടെന്ന് കഴിഞ്ഞാൽ 90 ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഒരു 10 രൂപയുടെ ക്രെഡിറ്റ് പോലും വന്നിട്ടില്ലെങ്കിൽ അത് NPA ആയിട്ട് മാറി, മീൻ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് മാറി. ഇനി ഒരു പക്ഷേ 90 ഡേയ്സോളം ക്രെഡിറ്റ് ഇങ്ങനെ മിസ്സായി പോവാതിരിക്കാനായിട്ട് ചിലപ്പോൾ ചെറിയ ഒക്കേഷണൽ ക്രെഡിറ്റ്സ് ഇട്ട് കൊടുക്കുമാര് ബോറോവേഴ്സ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പീരീഡ് ഓഫ് ടൈമിൽ ഒരു 90 ഡേ ഗ്യാപ്പിൽ ഏതെങ്കിലും ഒരു 90 ഡേയ്സ് വിൻഡോ, ആ ഒരു പീരീഡിൽ എത്ര ഇൻട്രസ്റ്റ് ആണോ അക്രൂ ആവുന്നത് അത്രയും പോലും പേയ്മെന്റ് വരുന്നില്ല എന്ന് പറയും. ഓക്കെ, ഈ എത്ര ഇൻട്രസ്റ്റ് ആണോ അക്രൂ ആവുന്നത് അത്രയും പോലും ക്രെഡിറ്റ് വരുന്നില്ല ഇൻ എ 90 ഡേ ബ്രാക്കറ്റ്. അപ്പോൾ 90 ഡേയ്സ് ആയിട്ട് ക്രെഡിറ്റേ ഇല്ല, അല്ലെങ്കിൽ 90 ഡേയ്സിൽ വരുന്ന ക്രെഡിറ്റ്സ് ആ സമയത്ത് അക്രൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ കവർ ചെയ്യുന്നില്ല. അതുമല്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റിന്റെ മുകളിലോട്ട് പൈസ എടുത്തു, ലിമിറ്റിന്റെ മുകളിലോട്ട് പൈസ എടുത്താൽ പിന്നെ 90 ഡേയ്സിനെ കണക്കില്ല, ബാങ്ക് പറയുമ്പോൾ തിരിച്ചെടുക്കണം. അത് മറ്റേ ലിമിറ്റിന്റെ മുകളിലോട്ട് സാധാരണ പൈസ കിട്ടത്തില്ല, അത് ബാങ്ക് മാനേജറിന്റെ ഡിസ്ക്രിപ്ഷൻ പവറാണ്. ഈ ലിമിറ്റിന്റെ മുകളിലോട്ട് പൈസ കിട്ടുന്ന സമയത്തെ ബാങ്ക് മാനേജർ പറയും, ഇവിടെ നിനക്ക് ഞാൻ ഒരു 20 ദിവസം തരാം, അല്ലെങ്കിൽ 25 ദിവസം തരാം, അതിനകത്ത് തിരിച്ചടക്കണം. ഏത്? ഈ എക്സസ് പോർഷൻ. അപ്പൊ ബാങ്ക് സ്പെസിഫൈഡ് ടൈമിന്റെ അകത്ത് ആ എക്സസ് പോർഷൻ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് മാറും. സോ യെസ്, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ നമ്പർ 18 വരുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 19 NPA പ്രൊവിഷനിങ് ഇപ്പൊ ഇത്തവണ RTP ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രൊവിഷനിങ് റേറ്റ്സ് നോക്കിയിട്ട് പോവുക. ഡൗട്ട്ഫുൾ അസറ്റ്സിന്റെ റേറ്റിംഗ് എങ്ങനെയാണ്, മറ്റേ സബ്സ്റ്റൻഡ് അസറ്റ്സ് ആണെങ്കിൽ റേറ്റ് എങ്ങനെയാണ്, മറ്റേ ഈ പറയുന്ന സെക്യൂർഡ് എക്സ്പോഷർ, അൺസെക്യൂർഡ് എക്സ്പോഷർ, അതൊക്കെ നോക്കിയിട്ട് പോവുക. അതിനുശേഷം പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 ഡ്രോയിങ് പവർ കമ്പ്യൂട്ടേഷൻ സ്ഥിരമായിട്ട് 2 അറ്റംപ്റ്റ് മുമ്പ് വരെയും പക്ക ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചെന്ന സംഭവമാണ്. അത് ക്വസ്റ്റ്യൻ നോക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 22 ഒക്കെ ജസ്റ്റ് ഒന്ന് റീഡ് കൊടുത്തിരുന്നാൽ മതിയേ. ക്വസ്റ്റ്യൻ നമ്പർ 22 ജസ്റ്റ് റീഡ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബാങ്ക് ഓഡിറ്റിന്റെ നോട്ട്സ് ഉണ്ട്, ഒരു 3 നോട്ട്സ് ഉണ്ട്, നോട്ട്സ് 1, 2, 3, അത് വായിച്ചു വെക്കുക. ജസ്റ്റ് റീഡ് ടോപ്പിക്. അപ്പൊ 6 മണി മുതൽ 8 മണിയുടെ ഇടയിൽ ഐ ആം ഓൺലി ആസ്കിംഗ് യു ടു ചെക്ക് 1, 2, 3, 4, 5, 6, 7, 7 ക്വസ്റ്റ്യൻസ് പഠിക്കുക. വെറും 7 ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, പിന്നെ നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്യുക. 2 മണിക്കൂറിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബാങ്ക് ഓഡിറ്റ് സോൾവ്. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 8:45 തുടങ്ങിക്കോ. 8:45 AM ടു ഒരു 9:45, 10:30 AM, മാക്സിമം 10:30 AM. ഇവിടെ മാത്രമേ ഈ വൗച്ചിങ് വെരിഫിക്കേഷൻ ഞാൻ ഇടുന്നുള്ളൂ. ഓക്കെ, ഈ വൗച്ചിങ് വെരിഫിക്കേഷനിൽ നമുക്കറിയാം 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. There are 3 possible questions. ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബാർ ലോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ലോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതി കഴിയുന്ന ആ ഒരു ഫ്ലോയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഇഷ്യൂ വരത്തില്ല. പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെന്റ്സ്, റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ എന്താണ്, AS 26 അമോർട്ടൈസേഷൻ, മറ്റേ എന്ന് വെച്ചാൽ എന്താണ്, ഡിപ്രിസിയേഷൻ വെച്ചാൽ എന്താണ്, പിന്നെ AS 2 വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി ബേസ്ഡ് ക്വസ്റ്റൻ ആയിക്കോട്ടെ, ലോയിലെ സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, സെക്ഷൻ 53 ഇഷ്യൂ ഷെയർസ് ഡിസ്കൗണ്ട് കണ്ടീഷൻസ്. ഇപ്പൊ ലോ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ AS ലോ ക്വസ്റ്റൻസ് യു വിൽ ബി ഏബിൾ ടു മാനേജ്. ഓക്കെ, പിന്നെ ഐ തിങ്ക് നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേറ്റഡ് നോട്ട്സ് ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക്, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നിട്ടുള്ള അപ്ഡേറ്റഡ് PDFs നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ PDF നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള AS ലോ ടോപ്പിക്സ് ഞാൻ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ മതി, പഠിക്കേണ്ടി വരത്തില്ല. ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ് നിങ്ങൾ ഹൗ ടു സ്റ്റഡി ദാറ്റ്, ക്വിക്ക് റീഡിംഗ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ലോൺസ് ആയിക്കോട്ടെ, കറണ്ട് അസറ്റ്സ് ആയിക്കോട്ടെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെന്റ്സ്, ഇതൊക്കെ എങ്ങനെ വെരിഫൈ ചെയ്യും എന്നുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് നമ്മുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, ആ ഫ്രെയിം വർക്ക് ജസ്റ്റ് ഒരു ½ hour നോക്കാം. ഫ്രെയിം വർക്ക് നോക്കാൻ 2 മിനിറ്റ് മതി. ഫ്രെയിം വർക്ക് നോക്കിയിട്ട് ജസ്റ്റ് ക്വിക്ക് റീഡ് ചെയ്യുക, ഒന്നും കാണാൻ പഠിക്കണ്ട. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിനും ഒരു 20 പോയിന്റ് 30 പോയിന്റ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്. 4 മാർക്കിന് ചോദ്യത്തിന് 30 പോയിന്റ് എഴുതാൻ ICA പോലും പ്രതീക്ഷിക്കുന്നില്ല. അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ് തന്നേക്കുന്നത്. നമുക്ക് 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 12 പോയിന്റ് എഴുതാനായിട്ട് ഞാൻ ആ ഫ്രെയിം വർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രെയിം വർക്കിൽ എന്ത് എഴുതണമെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി വെക്കാം.
ഓക്കെ, AS ലോ ക്വസ്റ്റ്യൻസിന് സമയം കളയേണ്ട ആവശ്യമില്ല. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫ്രെയിംവർക്ക് നോക്കുക. ജസ്റ്റ് റീഡ് എവറിത്തിങ്. ബാലൻസ് ഷീറ്റ് ഐറ്റം, പി ആർ അക്കൗണ്ട് ഐറ്റം, ജസ്റ്റ് ഗോ ടു ഇറ്റ്. ഞാൻ എന്താണോ നിങ്ങളുടെ ബുക്കിൽ എത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്, ഞാൻ ഒരു 15-16 ഐറ്റംസ് തന്നിട്ടുണ്ട്, ആ ഐറ്റംസ് മാത്രം നോക്കിയാൽ മതി. IC മെറ്റീരിയലോട്ട് പോകേണ്ട, കോൺഫിഡൻസ് പോകും. ഞാൻ ഓൾറെഡി സോർട്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഫ്രെയിംവർക്കിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. പിന്നെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ഉണ്ട്. ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ഒരു 10 നോട്ടായിട്ട് നമ്മുടെ ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും. ആ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സും നോക്കുക. ഓക്കെ, 8:45 to 10:30 AM അത് നോക്കിയാൽ മതി. 10:30 to 11 AM കാരോ പഠിക്കുക. കാരോ 2020 പഠിക്കുക. സി, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ 8:45 to 10:30 വരത്തില്ല, 10 മണിക്കുള്ളിൽ തീർക്കാൻ പറ്റും, അത്രയും നല്ലത്. ഞാനിപ്പോൾ ഒരു ടെൻറ്റേറ്റീവ് ടൈമിങ്സ് തരാം. ടൈമിങ്സ് കുറച്ചൊക്കെ നേരത്തെ തീർന്നാൽ അതിനനുസരിച്ച് മറ്റേത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബാക്കി ടോപ്പിക്സിനകത്ത് അത് നിങ്ങളൊരു മാനേജ് ചെയ്യണം കേട്ടോ. കാരോ 2020 നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന് ആപ്ലിക്കബിലിറ്റി ഒന്ന് നോക്കുക. പ്ലസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന്റെ ആ ലെക്ചറിനോട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഞാൻ പറയുന്ന ക്ലോസസ് ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. ക്ലോസ് നമ്പർ 7 മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസിന്റെ ആ ക്ലോസ് നോക്കിക്കോളൂ. പിന്നെ ക്ലോസ് നമ്പർ 16 NBFC നോക്കിക്കോളൂ. ക്ലോസ് നമ്പർ 12 നിധി കമ്പനി നോക്കിക്കോളൂ. ക്ലോസ് നമ്പർ 20 ഐ തിങ്ക് ഇറ്റ് CSR നോക്കുക. പിന്നെ ജസ്റ്റ് എനിക്കിത് കണ്ടാലേ ഓർമ്മ വരത്തുള്ളൂ ഏതൊക്കെ നോക്കണം എന്നുള്ള കാര്യത്തിൽ. ജസ്റ്റ് നോക്കിക്കോട്ടെ. എനിക്ക് സ്ട്രെസ് കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് മോർ ടൈം ഇൻ ദിസ് വീഡിയോ സെഗ്മെന്റ് ഓൾസോ. സോ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നോക്കിക്കോട്ടെ. നിങ്ങളെപ്പോലെ തന്നെ ടെൻഷൻ എനിക്കുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടുകാരെ പോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഡോണ്ട് വറി, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ക്ലോസ് നമ്പർ 11 വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലോസ് നമ്പർ 11 ഒന്ന് നോക്കുക. അതൊക്കെ ചെറിയ സാധനമാണ്. 12 നിധി കമ്പനി പറഞ്ഞു. RP ട്രാൻസാക്ഷൻ, ഇന്റേണൽ ഓഡിറ്റർ, NBFC 16 ഞാൻ പറഞ്ഞു. ക്യാഷ് ലോസ് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ക്ലോസ് നമ്പർ 17, 19 യെസ് മതി. ഈ ക്ലോസസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ആപ്ലിക്കബിലിറ്റിയും ഈ ക്ലോസസും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. നമുക്ക് അത് മതിയാവും. കാരോന്റെ ഈ ക്ലോസസ് നോക്കുക. ക്ലോസ് നമ്പർ 1, 2, 3 ഒന്നും നോക്കി സമയം കളയണ്ട കേട്ടോ. പ്രത്യേകിച്ചും 3ഉം 4ഉം നോക്കാൻ 3 നോക്കരുത്. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒന്നും 3 നോക്കി സമയം കളയണ്ട. അതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയാകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 90% പ്ലസ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇന്റേണൽ കൺട്രോൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് എക്സാം ഹാളിൽ കയറുന്നത് വരെ ഈ 11 മണിക്ക് ശേഷം എത്ര പേർക്ക് 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, എത്ര പേർക്ക് 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, എത്ര ദൂരെയാണ് നിങ്ങളുടെ എക്സാം സെന്റർ എനിക്ക് അറിയത്തില്ല. സോ ആ ഒരു സമയത്തിൽ ആഫ്റ്റർ 11 AM ദർസ് നത്തിങ്. എക്സാം ഹാളിൽ കയറുന്ന ആ ഒരു സമയം വരെയും നമുക്ക് പഠിക്കാനുള്ള സാധനം ജസ്റ്റ് ഇന്റേണൽ കൺട്രോള് നോക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ ഇന്റേണൽ കൺട്രോളിന്റെ ലിമിറ്റേഷൻ പഠിച്ചു വെക്കുക. ഇന്റേണൽ കൺട്രോൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള ടൂൾസ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഡേറ്റ അനലിറ്റിക്സ് എന്നുള്ള ഒരു ടോപ്പിക് ഓട്ടോമേറ്റ് എൻവയറമെന്റിന്റെ ഏരിയയിലുണ്ട്, അത് നോക്കി വെക്കുക. പിന്നെ ഇന്റേണൽ ഓഡിറ്ററിന്റെ ആപ്ലിക്കബിലിറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ S330 ഒന്ന് ലാസ്റ്റ് മിനിറ്റ് വായിച്ച സമയങ്ങളുണ്ട്, അതൊക്കെ ലെസ് ഫ്രീക്വന്റ് ഏരിയാസ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇന്റേണൽ കൺട്രോൾ. ഈ ഇന്റേണൽ കൺട്രോളിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കി വെക്കുക. ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ടൂൾസ് ഫോർ ഇവാലുവേറ്റിംഗ് ഇന്റേണൽ കൺട്രോൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇന്റേണൽ കൺട്രോൾ, ഡേറ്റ അനലിറ്റിക്സ്, ഇന്റേണൽ ഓഡിറ്റിന്റെ ആപ്ലിക്കബിലിറ്റി. പിന്നെ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റിൽ നമുക്ക് എൻവയൺമെന്റ് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ് എന്തെല്ലാം നോക്കണം, അവിടെ ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെയാണ്, അവരുടെ സെർവർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ജസ്റ്റ് നോക്കി വെക്കുക. ഇന്റേണൽ കൺട്രോൾ ലാസ്റ്റ് മിനിറ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി യുവർ 100% സിലബസ് കവറേജ്. ഇത് ഞാൻ അത്യാവശ്യം നല്ല ടൈം ലീനിയന്റ് ആക്കിയിട്ട് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും പോലും സമയം എടുക്കത്തില്ല. പക്ഷെ ഇതൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ടൈം ഇന്ന് തന്നെ തുടങ്ങുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കാനും നാളെ രാത്രി 12:30 വരെയും അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു ഫ്രെയിം തരാനാണ് ഞാൻ തന്നേക്കുന്നത്. ഇനിയിപ്പോ ഇത് വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ മിസ്സായി പോയിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അപ്പൊ നോക്കാം, അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാൻ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം.
ഓക്കെ, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. 40 മിനിറ്റ്സ് കൂടുതൽ ഇപ്പോൾ ഇവിടെ സംസാരം ആയി കഴിഞ്ഞു. നന്നായി പഠിക്കുക. ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗിവ് യുവർ ബെസ്റ്റ് എഫേർട്ട്. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ യു മെസ്സേജ് മീ. എല്ലാവരും കൂടി ഓഡിയോ അയച്ചാൽ എനിക്ക് ചിലപ്പോൾ ഫുൾ കേട്ട് വെക്കാൻ പറ്റത്തില്ല. യു ക്യാൻ വാട്സ്ആപ്പ് മീ ഓർ ഇഫ് യു വാണ്ട് കോൾ ചെയ്യാം 7012191689. ഓക്കെ, എനിക്കൊരു മെസ്സേജ് എന്തോ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. സൂം ഔട്ട് ചെയ്യോ സർ? ഓക്കെ, സ്ക്രീൻഷോട്ട് മറന്നു പോകും. പേപ്പർ കൈ കിട്ടുമ്പോൾ ടെൻഷൻ എടുക്കാൻ ആവശ്യമില്ല. ഈ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് ഡൗട്ട് യു കൻ ഓൾവേസ് വാട്സ്ആപ്പ് കോൺടാക്ട് മീ. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആ ABC ചെയ്തിട്ടുണ്ടല്ലോ. ABC സ്ക്രീൻഷോട്ട് ചെയ്യാത്തവരെ ABC സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. പിങ്ക് കളറിൽ കാണുന്നതാണ് സൂപ്പർ ഇമ്പോർട്ടന്റ് ഏരിയ. ബി മോഡറേറ്റ് ഇമ്പോർട്ടൻസ്. സി ജസ്റ്റ് വൺ ടൈം റീഡ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ടൈമിങ്സ് ഞാൻ ഇപ്പൊ കാണിക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടൈമിങ്സ് കാണിക്കാം. ഇന്ന് പഠിക്കേണ്ട 4 മണിക്കൂർ 8:30 PM to 12:30 PM. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് നല്ലത്. അത് നിങ്ങൾക്ക് പിന്നീട് സൂം ഇൻ ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ ആണോടെ? ഇത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ സൂം ഇൻ ചെയ്ത് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്? ഇങ്ങനല്ലേ വേണ്ടത്? ഇത് കുഴപ്പമില്ല. ഇത് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ സൂം ചെയ്യുമ്പോൾ എല്ലാം കാണാൻ പറ്റില്ലേ? യെസ് സർ, ഡൺ. യെസ്, ഓക്കെ ഫൈൻ. സോ യെസ്, അപ്പോ ഗെറ്റ് സെറ്റ് ഗോ. ഒന്നുകൂടെ പേടിക്കേണ്ട ആവശ്യമില്ല. മാത്സ് ഓഫർ എടുക്കുക. ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചുള്ള ലെക്ചർ നോട്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലെക്ചർ നോട്ട്സും, പിന്നെ ഇഫ് യു ഹാവ് ദാറ്റ് MCQ കേസ് സ്റ്റഡി ബുക്ക്ലെറ്റ്സ് വിത്ത് യു, ക്ലാസ്സിൽ തന്നിട്ടുള്ള സാധനങ്ങൾ അതും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓരോ സീരീസ് തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് പഠിച്ച് മടുക്കുകയാണ്, എനിക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക, അങ്ങോട്ട് പോയിട്ട് പാസ് ആവുക. ഓക്കെ, സോ യെസ്, ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് സംസാരിച്ചാൽ എന്നെ സംസാരം കേട്ട് നമുക്ക് ടെൻഷൻ വരത്തേ ഉള്ളൂ. സോ യെസ് ഗൈസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഗിവ് യുവർ ബെസ്റ്റ് എഫേർട്ട്. മൈ ബെസ്റ്റ് വിഷസ് വിത്ത് യു, പ്രേയേഴ്സ് വിത്ത് യു. പൊളിച്ചെടുക്ക്. യെസ്, ഗുഡ് ലക്ക് ഗൈസ്, ഗുഡ് ലക്ക്. എക്സാം കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. നന്നായി എഴുതിട്ട് വാ, പഠിച്ചിട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. ഏതെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ആൾക്കാർക്ക് സ്റ്റേ ബാക്ക് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇഫ് യു ഹാവ് ഡൗട്ട്സ്, ഇഫ് യു വാണ്ട് യു കൻ ആസ്ക്. അതർവൈസ് വേഗം വിട്ടോളൂ. പെട്ടെന്ന് ഫ്രഷ് ആയി കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കാതിരിക്കും. വൈകിട്ട് പഠിക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു.